ഹലോ ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖല്ലേ? എന്തുകൊണ്ടാണ് മാക്ഡൊണാൾഡ്സ് ഈ ഫെസ്റ്റീവ് സീസണിൽ ഗ്രിഞ്ചിനെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ക്രിസ്മസുമായി ബന്ധമുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് അവർ ആ തീം കൊണ്ടുവന്നു. സോ ഗ്രിഞ്ച് എന്ന് പറഞ്ഞ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഡോക്ടർ സൂസ് എന്ന് പറഞ്ഞൊരു കക്ഷി 1957 എഴുതിയ ബുക്കാണ്. പിള്ളേർക്കൊക്കെ വായിക്കണമെങ്കിൽ ഹൗ ദ ഗ്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസ് എന്നുള്ളൊരു ബുക്ക് വായിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അത് മൂവീസൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇഷ്ടമെങ്കിൽ മൂവീസ് കാണാം, ക്രിസ്മസ് മൂവി ആയിട്ട് അത് കാണാം. ഇതിൻ്റെ സ്റ്റോറി പോകുന്നത് എങ്ങനെയാട്ടോ, ഗ്രിഞ്ച് ഒരു കൈൻഡ് ഓഫ് ഗ്രംബി ഗ്രീൻ ക്രീച്ചറായിരുന്നു. പുള്ളി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഒരു മൗണ്ടനിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ മൗണ്ടൻ്റെ അടുത്തായിട്ടൊരു ടൗൺ ഉണ്ട്, ഹൂവിൽ എന്ന് പറഞ്ഞ ടൗൺ. ഈ ഗ്രിഞ്ച് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഗ്രംബി ആയതുകൊണ്ട് പുള്ളിക്ക് ക്രിസ്മസ് ഒന്നും ഇഷ്ടമല്ല. ആ ക്രിസ്മസിൻ്റെ ജോയോ ഡെക്കറേഷൻസോ അതിൻ്റെ ഒച്ചകളോ സെലിബ്രേഷൻസോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു ഗ്രംബി മനുഷ്യനായിരുന്നു. സോ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഇനി വരരുത്. ഓക്കെ, അതായിരുന്നു പുള്ളിയുടെ ഒരു ഉദ്ദേശം. സോ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ പതിയെ ഒളിച്ച് ഈ ഹൂവിൽ ടൗണിൽ പോകും. എന്ന് പോകും? ക്രിസ്മസ് ഈവിന്, ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകുന്നേരം പോയിട്ട് അവിടെ ചെന്ന് അവരൊരുക്കി വെച്ചിരിക്കുന്ന പ്രസൻസും ഫുഡ്സും ഡെക്കറേഷൻസും ട്രീസും ഒക്കെ അടിച്ചു മാറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡേ ഗ്രിഞ്ച് നോക്കുക ഇവിടുത്തെ ഹൂവിലെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. ഹൂവിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈനി ക്യൂട്ട് പീപ്പിളാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഗ്രിഞ്ച് കാണുന്നത് ഈ ഹൂവിലെ ആൾക്കാരൊക്കെ സ്റ്റിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. നല്ല ജോയ്ഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ക്രിസ്മസ്. സോ ആ ഹൂവിലെ ആൾക്കാർ ഗ്രിഞ്ചിനെ കാണിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ടുഗെദർനെസ്സിനെ കുറിച്ചാണ്. അതായത് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നതാണ് ക്രിസ്മസ്, അല്ലാതെ ഈ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് അല്ല എന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോഴേക്കും ഗ്രിഞ്ചിന് മനസ്സിലാകെ ഒരു എന്താ പറയണേ, ഹാർട്ട് തന്നെ ചേഞ്ച് ആയി എന്നാണ് പറയണത്. ലൈക്ക് ഭയങ്കര കൈൻഡും വാം ഹാർട്ടഡും ജനറസും ഒക്കെ ആയി, ലവിങ്ങും ഒക്കെ ആയിട്ട് പുള്ളി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി തിരിച്ചു വന്ന് അവർക്ക് അവരുടെ എല്ലാ അടിച്ചു മാറ്റിയ സാധനങ്ങളും ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു. സോ ഇതിൻ്റെ മെസ്സേജ് ഇത്രേ ഉള്ളൂ, ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട് കൈൻഡ്നെസ്, കമ്മ്യൂണിറ്റി അല്ല, മെറ്റീരിയലിസ്റ്റിക് അല്ല എന്നുള്ളത്. ഓക്കെ, ഈവൻ ഗ്രംബി പേഴ്സണെ നമുക്ക് കമ്പാഷൻ കൊണ്ട് ഹാപ്പി ആക്കാം, ലവിങ് ആക്കാം, കൈൻഡ് ആക്കാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ഡിയേഴ്സ്, ബൈ.